കടം വാങ്ങുന്നത് മോശമില്ല, പക്ഷെ കുറച്ച് കടം വാങ്ങുന്നതാണ് പ്രശ്നം. വർഷം 1990 ഡൊണാൾഡ് ട്രംപിന്റെ പേരിൽ ഏകദേശം 90 മില്യൺ കടം ഉണ്ടായില്ലേ. 90 മില്യൺ. അങ്ങനെ ആ സമയത്ത് ഈ ഡൊണാൾഡ് ട്രംപിന്റെ കാസിനോസും പല ബിസിനസ്സും പറ്റി പൂട്ടി പോരാണ്. ഈ സമയത്ത് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, എങ്ങനെ ഡൊണാൾഡ് ട്രംപ് ബാങ്ക്രപ്റ്റ് ആയി കഴിഞ്ഞാല് ആരവിടെ പെടുക അറിയോ? ഡൊണാൾഡ് ട്രംപ് അല്ല പെടാൻ പോണ്, കടം കൊടുത്ത ബാങ്കുകാരാണ് പെടാൻ പോണ്. കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് ഇനി തിരിച്ചു കിട്ടൂല എന്ന് വന്നു കഴിഞ്ഞാല് ബാങ്കിനെ പൂട്ടി പോകേണ്ട അവസ്ഥ ആവും. അങ്ങനെ ട്രംപിനെ കഴിച്ചിലാക്കാൻ വേണ്ടിട്ട് ബാങ്കുകാർ കാട്ടിയത് എന്താണെന്ന് അറിയോ? ഈ ലോണിന്റെ പുറത്ത് പിന്നെ ലോൺ കൊടുത്തു കുറെ സമയം നീട്ടി കൊടുത്തു. അത് പോരാത്തിന് ഈ ട്രംപിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ട് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറും കൊടുത്തു. അതായത് ഫിനാൻഷ്യൽ അഡ്വൈസർ പറയും ഇതിന് എങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെയൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കണം, ബിസിനസ് എങ്ങനെ ഗ്രോത്ത് ചെയ്യണം എന്നുള്ളത്. അതായത് ഡൊണാൾഡ് ട്രംപ് പൂട്ടി കഴിഞ്ഞാല് ബാങ്ക് തന്നെ നാടുവിട്ട് പോകേണ്ട അവസ്ഥ ആവും. അങ്ങനെ അവസാനം 5 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേനും 900 മില്യൺ കടനുള്ള ഡൊണാൾഡ് ട്രംപ് ആ കടത്തുനിന്ന് കഴിച്ചിലായിക്കാണ്ട് പ്രോഫിറ്റബിൾ ആയി മാറി. ചുരുക്കി പറഞ്ഞ ബാങ്കിൽ നിന്ന് നമ്മൾ 1 ലക്ഷം കടമെടുത്ത് കഴിഞ്ഞാല് ബാങ്ക് നമ്മളെ കൺട്രോൾ ചെയ്യും. ആ സ്ഥാനത്ത് നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു 50,000 കോടി കടമെടുത്ത് കഴിഞ്ഞാല് ബാങ്കിനെ നമ്മൾ കൺട്രോൾ ചെയ്യും. സബ്സ്ക്രൈബും ഫോളോ ചെയ്യാൻ മറക്കണ്ട.